ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറച്ചധികം കാലമായില്ലേ നമ്മൾ MCQ ഡിസ്കഷനായിട്ട് വരാത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് MCQ ബാങ്കിങ്ങിൻ്റെ ഏരിയയിലുള്ള കുറച്ച് MCQ ഡിസ്കഷൻ നമുക്ക് നടത്തി വെക്കാം. കഴിഞ്ഞ ഒരു എക്സാമിന് ഈയിടെ നടന്നൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ചോദ്യം നമ്മളെ ഒരു ലെവലിൽ, അതായത് CSEBയുടെ ലെവലിലേക്ക് എത്തിയൊരു ചോദ്യമായതുകൊണ്ട് തന്നെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ ഏതൊക്കെയുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഓക്കെ, OMO അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ റെഫേഴ്സ് ടു, അതാണ് ഒന്നാമത്തെ ചോദ്യം. OMO റെഫേഴ്സ് ടു. ഓക്കെ, 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കൊടുത്തത് നോക്കൂ. ലെൻഡിങ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക് ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് ആൻഡ് മോറൽ പൊസഷൻ. അവിടെ 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനെ പറ്റി അവിടെ ചോദിക്കുന്നത്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനെ പറ്റിയാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എന്തുണ്ടാവും, സെക്യൂരിറ്റീസ് ഉണ്ടാവും. ആ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ആൻഡ് സെയിൽ അല്ലേ, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് അവിടെ എന്ത് പറയുന്നത്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അഥവാ OMO എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ വരിക? B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ. എപ്പോഴാണ് RBI എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ടൈറ്റായിട്ടുള്ള ക്വസ്റ്റ്യനിടയിൽ ഇത്തരത്തിൽ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് നമ്മളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിരിക്കുന്നത്? 1930, 1934, 1935, 1947 അല്ലേ. അപ്പോൾ ഇതിൽ ഈ 2 വർഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. 1934 1935. ഇവിടെ ഈ വർഷത്തിൽ ചിലപ്പോൾ ഡൗട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഡൗട്ട് ഉണ്ടാവരുത്. എപ്പോഴാണ് RBI എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1935 അല്ലേ. RBI ആക്ട് ആണ് എവിടെ വന്നിരിക്കുന്നത്? 1934 വന്നത്. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1934 RBI ആക്ട് ആണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ക്രെഡിറ്റ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വാളിറ്റേറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് കൺട്രോൾ ഉണ്ടാവും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാ, ക്വാളിറ്റേറ്റീവ് കൺട്രോൾ ആണ്. 4 ഓപ്ഷൻ അവിടെ ഉണ്ട്. നോക്കൂ, ബാങ്ക് റേറ്റ്, SLR, CRR, മോറൽ സ്യൂഷൻ. ഏതായിരിക്കും വരുന്നത്? ഒന്നുമില്ല. നമുക്ക് ഇത് 3 കണ്ടറിയാം. ബാങ്ക് റേറ്റ് ആയിക്കോട്ടെ, SLR, CRR ഒക്കെ നമുക്ക് എന്താണ് കണ്ടറിയാം. ഇവിടെ ഇതിൽ ഏതാ വരുന്നത്? D ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഏതാണ്? D ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഏതാ? D ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അണ്ടർ വിച്ച് ബാങ്കിങ് സിസ്റ്റം ബാങ്ക് ഓപ്പറേറ്റ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് അല്ലേ. അതായത് നമുക്കവിടെ ഒരുപാട് ബാങ്കിങ് സിസ്റ്റംസ് അല്ലെ, ബാങ്കിങ് ചാനൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേതാണ് ഒരു നെറ്റ്വർക്കായിട്ട് എല്ലാ തരത്തിലുള്ള ബ്രാഞ്ചുകളെയും ഒരു നെറ്റ്വർക്കായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം വരുന്നത്. 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? യൂണിറ്റ് ബാങ്ക്, ചെയിൻ ബാങ്ക്, ബ്രാഞ്ച് ബാങ്ക്, ഗ്രൂപ്പ് ബാങ്കിങ്. 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? യെസ്, ബ്രാഞ്ച് ബാങ്കിങ് ആണ് അല്ലേ. ഏതാണ്? ബ്രാഞ്ച് ബാങ്കിങ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഒരു ചോദ്യമാണ്. നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 1, യൂണിറ്റ് ബാങ്ക് സിസ്റ്റം ഈസ് പോപ്പുലർ ഇൻ USA. സ്റ്റേറ്റ്മെന്റ് 2, ബ്രാഞ്ച് ബാങ്കിങ് പ്രൊമോട്ട് യൂണിഫോം ബാങ്കിങ് പ്രാക്ടീസസ്. ഇതാണ് 2 സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? നോക്കൂ, ബോത്ത് ആർ ട്രൂ. ഇത് രണ്ടും എന്താണ്? ശരിയാണ്. ഇത് രണ്ടും എന്താണ്? തെറ്റാണ്. അടുത്തത് ഇനി 1 ശരി, 1 ശരി, 2 തെറ്റ്. അതല്ലെങ്കിൽ എന്താണ്? 1 തെറ്റ്, 2 ശരി. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മക്കളെ, യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം എവിടെയാണ് എസ്റ്റാബ്ലിഷ് അല്ലെ പോപ്പുലർ ആയ? എസ്റ്റാബ്ലിഷ് അല്ല, യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം പോപ്പുലർ ആയത് USA അതല്ലേ. എന്താണത്? അതിവിടെ ശരിയായിട്ടുള്ള ഒന്നാണ്. പിന്നീടോ, ബ്രാഞ്ച് ബാങ്കിങ് പ്രൊമോട്ട് യൂണിഫോം ബാങ്കിങ് പ്രാക്ടീസ് അല്ലേ. ബ്രാഞ്ച് ബാങ്കിങ് എന്താ പ്രധാനമായും ചെയ്യുന്നത്? യൂണിഫോം ബ്രാഞ്ചിങ് എന്ന അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ളൊരു പ്രൊമോഷൻ അവിടെ നടത്തുന്നുണ്ട് അല്ലേ. അതും ഇവിടെ എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? A ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, അടുത്തൊരു ചോദ്യം, ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ.
കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രധാനമായിട്ടും ബേസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ബന്ധപ്പെട്ടാണ്. ഓക്കെ, പ്രൈമറി ഡെപ്പോസിറ്റ് ഓൺലി, പിന്നെ ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ് ഓൺലി, പിന്നെ ക്യാഷ് റിസർവ്, പ്രൈമറി ആൻഡ് ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ്. 4 ഓപ്ഷനോടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രധാനമായിട്ടും നടക്കുന്നത് ഏതിലാണ്? പ്രൈമറി ആൻഡ് എന്താണ് ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ് കൊണ്ടാണ് അല്ലേ. അവിടെ ഇത് രണ്ടും കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാ വരുന്നത്? ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇന്നത്തെ ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. ഇനിയും വരുന്ന ദിവസം കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് നോക്കാറിയാം. നമ്മുടെ CSEBയുടെ എക്സാമുകൾ ഇടവിട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ എടുക്കണം. കാരണം നമ്മളെ ലക്ഷ്യം മാറിപ്പോവാതെ തന്നെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ, അതായത് CSEB പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നൊരു ബാച്ചാണ് നമ്മളെ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് അല്ലേ. അതായത് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങി പ്രോപ്പറായിട്ടൊരു വേയിലൂടെ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതായത് ബിഗിനേഴ്സ് ബാച്ച് എന്ന് വെച്ചാൽ ബേസ് മുതൽ പഠിച്ചു കൊടുക്കുന്നതാണ് അല്ലേ. അതായത് ബേസ് മുതൽ പഠിച്ചു തുടങ്ങി വരുന്ന അത്തരത്തിലുള്ള ഒരു ബാച്ചാണ് നമ്മൾ ബിഗിനേഴ്സ് ബാച്ച്. ഇപ്പോൾ ബിഗിനേഴ്സ് ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? 6 മന്ത് ആണല്ലേ. എത്രയാണ്? 6 മന്ത് ഡ്യൂറേഷൻ ആണ്. അപ്പം നമ്മളെ പുതിയ ബിഗിനേഴ്സ് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് എവിടെ കണക്ട് ചെയ്യാം, നമ്മളെ ബോർഡ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ നമ്മളെ ഒരു ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടാതെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആരും മറക്കണ്ട, നമ്മൾ ബിഗിനേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന CSEB എക്സാമിന് വേണ്ടി നല്ലൊരു പ്രിപ്പറേഷൻ നമുക്ക് ഒരുമിച്ച് നടത്താൻ വേണ്ടി പറ്റട്ടെ അല്ലേ. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളായിട്ട് നമുക്ക് കാണാം. ഓരോ എക്സാമുകൾ, അതായത് ഇത്തരത്തിൽ ബാങ്കിങ് മേഖലയുമായി നടക്കുന്ന ഓരോ പ്രീവിയസ്, അത് CSEB മാത്രമല്ല മറ്റു പല എക്സാമുകളും നടക്കുന്നുണ്ട് അല്ലേ, നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള പല എക്സാമുകളുടെയും ചോദ്യങ്ങൾ നമ്മൾ ഒന്ന് റിപ്പീറ്റ് ആയിട്ട് ചെയ്തു നോക്കുക. അതൊക്കെ നമ്മളെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തീരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്